അങ്ങനെ പതിവ് തെറ്റിക്കാതെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു പ്രണയം മുട്ടിട്ടിരിക്കുന്നു. അനുവിനോട് അനീഷ് നടത്തിയ പ്രണയാഭ്യർത്ഥന അനുവിനെ മാത്രമല്ല പ്രേക്ഷകരെ ആകെ കൺഫ്യൂഷൻ അടുപ്പിച്ചു. ഒറ്റക്കൊമ്പനായിരുന്ന അനീഷിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാൻ പ്രേക്ഷകർക്കും കഴിയുന്നില്ല. റിയാലിറ്റിയും ഗെയിമും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അനീഷും ആരാധകരും. നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് അനീഷ് ചോദിച്ചപ്പോൾ അനു പെട്ടുപോയി. കാരണം ഈ സംഭവത്തിനെ പല ആംഗിളുകളിൽ കാണാം. 10 ദിവസം കൂടി കാത്തിരുന്ന് പുറത്തു നിന്നാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ താൻ ഇത് സുഖമായി ഡീൽ ചെയ്തേനെ എന്ന് അനു പറയുന്നുണ്ട്. ഇതിപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ സംഭവിച്ചപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്ന ചിന്തയിലാണ് അനു. ആ സംഭവത്തിന് ശേഷം അനീഷ് ആരോടും മിണ്ടുന്നതുമില്ല. അനീഷിനെ സഹോദരനായിട്ടാണ് അനു കാണുന്നത്. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയാതെ അവസ്ഥയാണ് അനുവിന്. എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അനുവിന് എന്ന് ചോദിച്ചതുകൊണ്ട് അനീഷ് സംഭാഷണം ആരംഭിച്ചത്. ചേട്ടൻ ഒരുപാട് മാറി. ആദ്യമൊക്കെ അറിയാത്ത ആളായിരുന്നു, ഇപ്പോൾ നല്ലൊരു മനുഷ്യനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളാണ്. അനുവിൻ്റെ മറുപടി എത്തി. തൊട്ടടുത്ത നിമിഷം അസ്ത്രം പോലെ ആ ചോദ്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ? അനു സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് അനീഷ് ചോദിച്ചത്. അനീഷിൻ്റെ വാക്ക് കേട്ടതോടെ അനു സ്റ്റക്കായി. ചേട്ടാ മൈക്ക് ഇട്ടിട്ടുണ്ട്, ക്യാമറയുണ്ട്, എന്താണ് ചേട്ടൻ പറയുന്നത്? ചേട്ടാ ഇത് പ്രാങ്ക് അല്ലേ എന്നെല്ലാം അനു ചോദിക്കുന്നുണ്ട്. എന്നാൽ പറയൂ, ചോദിച്ചതിന് മറുപടി അറിയൂ എന്ന് മാത്രമാണ് അനീഷ് പറഞ്ഞത്. കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേയില്ല. എനിക്ക് കരിയർ നോക്കണം, സെറ്റിലാകണം. ഉണ്ടാക്കിയതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ലൈഫൊന്നും ആയിട്ടില്ല. എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു, അത് പൊട്ടി പാളീസായി. കല്യാണം തന്നെ വേണ്ടെന്ന് വെച്ചതാണ് ഞാൻ. എൻ്റെ വിവാഹം അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹമാണ്. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കല്യാണം കഴിച്ച് സെറ്റിലാകുമെന്ന വാക്ക് അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. 2 വർഷം സമയമാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഇൻഡസ്ട്രിയെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. കുറഞ്ഞത് 4 വർഷമെങ്കിലും ആകും. അപ്പോഴേക്കും 35 വയസ്സാകും. വീടിൻ്റെ ലോൺ 2 വർഷം കൂടി സെറ്റ് ചെയ്യണം. ചേച്ചിയുടെ കല്യാണ സമയത്ത് ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പുള്ളിക്കാരനൊന്നും ചോദിച്ചതുമില്ല. നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് വേണ്ടി ഒരു വീട് വെക്കണം. വേറെയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഗുരുവായൂരിൽ വെച്ച് താലി കെട്ടണം. അനു മുഴുമിപ്പിക്കും മുമ്പ് അനീഷ് രോക്ഷം കൊണ്ട് എഴുന്നേറ്റ് വീടിനകത്തേക്ക് പോയി. പിന്നെ ആ വാ തുറന്നൊന്നും പറഞ്ഞിട്ടില്ല. അനു അതോടെ ഭയന്നു. ആദിലോടാണ് ഇക്കാര്യങ്ങൾ ആദ്യം അനു പറഞ്ഞത്. പുള്ളിയോട് തമാശയ്ക്കാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്. കുറച്ച് ദിവസമായി ചായപാത്രം കഴുകിത്തരും, എല്ലാ കാര്യങ്ങളും പറയും, പൊമഗ്രാനൈറ്റ് കഴിക്കാനൊക്കെ തരുമായിരുന്നു. നിങ്ങൾ 2 പേരുമാണോ ഈ സീസണിലെ പേളിയും ഷിറിനിയും എന്നായിരുന്നു ആദിലയുടെ ചോദ്യം. പുള്ളി പാവമാണ്, മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ എനിക്ക് അതിൽ സന്തോഷമൊക്കെയുണ്ട്. ഒരു പെണ്ണിനെ സംഭരിച്ചോളം ഞാൻ അതിന് യോഗ്യതയാണെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുമല്ലോ. പക്ഷേ പുള്ളിയെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്നായിരുന്നു അനുവിൻ്റെ മറുപടി. ഹൗസിൽ ഏറ്റവും അൺപ്രെഡിക്റ്റബിളായ വ്യക്തിയാണ് അനീഷ്. അതുകൊണ്ട് തന്നെ അനീഷിൻ്റെ ഗെയിമാണോ ഈ പ്രണയ അഭ്യർത്ഥന എന്ന സംശയമാണ് പ്രേക്ഷകർക്ക്. അതേസമയം സ്റ്റാർ മാജിക്കിലെ പയറ്റി അനു സ്വയം പിടിച്ചതാണ് പുലിവാലെന്നും കമൻറ്റുകളുണ്ട്. നല്ല വാർത്തകളും വിശേഷങ്ങളും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.